ഹലോ ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ടു നമ്മുടെ ചാനൽ. അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ലൈക്കും ഷെയറും ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് കാണണം. അതിൻ്റെ മുന്നേ ഞാൻ കുറച്ച് കാര്യങ്ങൾ കാണിച്ചു തരാം. ആയിക്കോട്ടെ. എൻ്റെ കുട്ടിക്ക് എനിക്കുള്ള രോഗം വേറെ ഒരു അമ്മമാർക്ക് ആർക്കും വരരുത്. അത് മാത്രമേ എനിക്കൊരു പ്രാർത്ഥനയുള്ളൂ. എൻ്റെ മോൻ പോയ മാതിരി ഞാൻ ആർക്കും ഉണ്ടാവരുത്. അത്ര വേദനിച്ചിട്ടാണ് ഞാനിത് പറയുന്നത്. എൻ്റെ കുട്ടി അങ്ങനത്തെ ഒരു കുട്ടിയേ അല്ലല്ലോ. ഒരു ചീത്ത സ്വഭാവം ഇല്ലാത്തൊരു മോനാണല്ലോ. അതിനുള്ള എല്ലാ കള്ളാസുകളും ഞാൻ കണ്ടു. വക്കീലത്ത് പോയിങ്ങനെ അവർ അതിൻ്റെ വെള്ളവരി എല്ലാം ചെയ്തിട്ടുണ്ട്. യുവതിക്കെതിരെ അല്ലാതെയും പരാതികൾ പോയിട്ടുണ്ട്. കേസെടുക്കുമെന്നുള്ള തരത്തിൽ പരാതി കുറിച്ചിട്ട് പുറമെ നിന്ന് ആൾക്കാരെ കുറിച്ചുണ്ട്. ഇതായിട്ട് ഇതേമാതിരി വേറെ ആർക്കും ഞങ്ങൾ വന്ന അതിൽ ആർക്കും വരരുത്. ഇതൊരു ഫോൺ കേട്ടോ. നമ്മളിങ്ങനെ ബസ്സിൽ എൻ്റെ കുട്ടിക്ക് ബസ്സിൽ കയറുമ്പോൾ അപ്പം എനിക്ക് തോന്നുന്ന 6 വർഷമായിട്ട് ഒരു ബസ്സിൽ തന്നെ വരാറ്. ചില ദിവസങ്ങളിൽ ആ ബസ് കംപ്ലൈൻ്റ് ആയിട്ട് ഉണ്ടാവാത്ത ദിവസങ്ങളിൽ അതിൻ്റെ അടുത്ത ബസ്സിൽ കയറും. നമ്മളോട് ആരും ഇതുവരെക്കും അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ ആരെത്തും അങ്ങോട്ട് പോയിട്ടില്ല. അപ്പോൾ ഇതിപ്പോൾ നമ്മളെ ഫോണാണെന്ന് വിചാരിക്കാം. ഒരാളിപ്പോൾ നമ്മളെ ഇവിടേക്ക് ടച്ച് ചെയ്യണമെങ്കിലും ശരീരത്തിൻ്റെ എവിടെ ടച്ച് ചെയ്യണമെങ്കിലും തിരക്കുള്ള ബസ്സിൽ ഇങ്ങനെ നമ്മൾക്കിപ്പോൾ ക്യാമറ ഇങ്ങനെ പിടിക്കാൻ പറ്റും? ഒരിക്കലും ഇല്ല. നമ്മൾ പിടിക്കുക ഇങ്ങനെയാണ്. ഞാനൊക്കെ എൻ്റെ മേലൊക്കെ ഒരാൾ നമുക്ക് ഇതാവണമെങ്കിൽ നമ്മൾ ഇങ്ങനെ ആയിരിക്കും നമ്മൾ പിടിക്കുക. ഒരിക്കലും ഇങ്ങനെ പിടിച്ചിട്ട് സെൽഫി സ്റ്റിക്കറിൽ നമ്മൾ എടുക്കില്ല. പറഞ്ഞ് മനസ്സിലായി? ഒരിക്കലും സെൽഫി സ്റ്റിക്കറിൽ നമ്മൾ എടുക്കില്ല. പിന്നെ ഒരാൾ നമ്മളെ ശരീരത്തിൽ തൊടുകയാണെങ്കിൽ നമ്മളെ ഫേസ് ഇങ്ങനെയാണ്. തൊട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചിരിച്ചിട്ടാണോ നമ്മൾ നിൽക്കുക? ചിലവർക്കുണ്ട് വെറും റീച്ചിന് വേണ്ടിയിട്ട് ഒരേ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ആലോചിക്കില്ല. അയാൾക്കൊരു കുടുംബമുണ്ട്. 5 വർഷം വല്ല മെമ്പറൊക്കെ ആയിട്ട് നിന്നാണെന്ന് പറയാം. ഇത്രയും വിവരം ഉള്ള വ്യക്തിയാണ് ഈ പെൺകുട്ടി. ഈ ചെക്കൻ്റെ ഭാഗത്തുനിന്ന് എനിക്ക് തോന്നുന്നില്ല ഈ ചെക്കൻ്റെ ഭാഗത്തുനിന്ന്. ഞാൻ ഈ വീഡിയോസ് മൊത്തം കണ്ടതാണ്. ഈ ചെക്കൻ്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല. അങ്ങനെ തെറ്റ് ചെയ്യുന്ന ചെക്കന്മാരാണെങ്കിൽ ക്യാമറ മുന്നിൽ നിന്ന് മാറാനൊന്നും ചെയ്യും. ഒരു കയ്യിലൊരു ബാഗാണ്, പിന്നെ നമ്മൾ പിടിക്കുന്ന സ്ഥലമായിരിക്കും. അതിലിങ്ങനെ നമ്മൾ നിൽക്കുമ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് തട്ടിന്ന് വരും. ഇത് തട്ടാനാണ് നിന്ന് കൊടുക്കുന്നത്. നീ ഇന്ന് തട്ടാനാണ് നിന്ന് കൊടുക്കണ മാതിരി ചിരിച്ചിട്ട് എനിക്ക് തോന്നിയത്. എനിക്ക് വേഗം ഫേമസ് ആവണം. അതിന് വേണ്ടിയിട്ട് അത് കഴിഞ്ഞിട്ട് അത് വിശദീകരിച്ചിട്ടൊരു വീഡിയോ വേറെ. ഇതിനൊക്കെ എങ്ങനെ ഒരു മനസ്സ് വരുന്നത്? പോലീസ് സ്റ്റേഷനിൽ ഇപ്പോൾ ഒരു കംപ്ലയിൻറ്റ് കൊടുത്തെന്ന് പറയുന്നുണ്ട്. കംപ്ലയിൻറ്റ് കൊടുക്കണക്കാട്ടി മുന്നേ ഇത് കൊണ്ടുപോയിട്ടിട്ട് അലക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. അയാളെ വേറൊരു പെൺകുട്ടിക്ക് ഇത് സഹിക്കട്ടാടെ നിന്നെന്ന് പറയുന്നുണ്ട്. നമ്മൾ അങ്ങനെ ഇതായാലും ആ ബസ്സിൽ എത്ര ആണുങ്ങളുണ്ട്. നമ്മൾ പറയില്ല ഈ ചേട്ടൻ്റെ ഇത് ശരിയല്ലേ, ചേട്ടൻ കുറേ നേരം അതിൻ്റെ ശരീരത്തിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഒട്ടുളുമ്പാണ്. അല്ലാതെ വേഗം നമ്മൾ മൊബൈൽ ഓണാക്കിയിട്ട് ഇത് ചെയ്യല്ലേ ചെയ്യും. കുറേ നേരമായിട്ട് ആ ചേട്ടൻ എൻ്റെ ജസ്റ്റുമ്പോൾ കൊണ്ടുപോയി മുട്ടാൻ തുടങ്ങിയിട്ട് എന്നുള്ളത് എനിക്ക് തോന്നുന്നു. ഞാൻ ഇപ്പോൾ അടുത്ത് എൻ്റെ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ഇവിടെ തൃശ്ശൂരിൽ നിന്ന് ബസ് കയറിയപ്പോൾ തൃശ്ശൂരിൽ നിന്ന് കുറച്ച് ബസ് എടുത്ത് എനിക്ക് തോന്നുന്നു വടക്കാഞ്ചേരിയൊക്കെ കഴിഞ്ഞ് നോക്കുമ്പോൾ ഒരു ചേട്ടന് ഞങ്ങൾ ഇരിക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഒരു ചേട്ടന് കേട്ടോ. ആ ചേട്ടന് ഇരുന്നപ്പോൾ പിന്നെ കുറച്ച് പെണ്ണുങ്ങൾ കയറിയപ്പോൾ ഈ ചേച്ചിക്ക് ഇരിക്കാൻ സ്ഥലമില്ല. അപ്പോൾ അവിടെ ഒരു സീറ്റിലെ ചേട്ടൻ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ചേച്ചിക്ക് ഇരിക്കാൻ സ്ഥലമില്ലാണ്ടായപ്പോൾ ചേച്ചി ബാക്കിൽ നോക്കി നോക്കുമ്പോൾ ഒരു ചേട്ടൻ. അപ്പോൾ ആ ചേട്ടന് ഈ ചേച്ചി പോയിട്ട് അവിടെ എനിക്ക് തോന്നുന്നു 40-45 വയസ്സായി. ചേച്ചിക്ക് ഒരു 35 വയസ്സുണ്ടാവും. അത്ര ഡിഫറൻസ് കണ്ടാൽ തോന്നുന്നത്. അങ്ങനെ ഈ ചേച്ചി പോയി അവിടെ ഇരിക്കാൻ പോയപ്പോൾ ചേട്ടനെ എണീച്ച് പോയിട്ടാ. എണീക്കാന്ന് വെച്ചാൽ പറഞ്ഞു അവിടെ ഇരുന്നോ, എനിക്ക് കുഴപ്പമൊന്നുമില്ല, ചേട്ടൻ അവിടെ ഇരിക്കണമെന്ന് വിചാരിച്ചിട്ട് എനിക്കൊന്നും സംഭവിക്കാനില്ല. അങ്ങനെയാണ്. ഇനിയിപ്പോൾ എല്ലാ ഗതാഗത മന്ത്രിയോട് ഇനി പറയാനുള്ളത്, ഇനിയിപ്പോൾ എല്ലാ ബസ്സിലും ഒരു കോഴിക്കൂട് അടിക്കണ മാതിരി ആണുങ്ങൾക്ക് വേറെ പെണ്ണുങ്ങൾക്ക് വേറെ എന്ന് വെച്ചിട്ട് അടിക്കേണ്ടി വരും.
സത്യം കോഴിക്കൂട്ട് അടിക്കണ മാതിരി അടിക്കേണ്ടി വരും. ഇമ്മാതിരി പെണ്ണുങ്ങളൊക്കെയാണ് ഓരോ ഇത് പിടിച്ചിട്ട് ഇറങ്ങണത്. വേറുള്ളവർക്കും കൂടി ഇങ്ങനെയുള്ള ആൾക്കാർ കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു അറപ്പാവണം. ഈ ഒരു ജീവൻ കളഞ്ഞിട്ട് ഇവൾക്ക് എന്താ കിട്ടണത്? എന്നിട്ട് ഇവളത് വിശദീകരിച്ചിട്ട് ആ മൊബൈലിൽ ഇവൾ ഫോട്ടോ എടുക്കുമ്പോൾ കറക്റ്റായിട്ട് എനിക്ക് തോന്നി, എൻ്റെ ഒരു അഭിപ്രായം മാത്രം, എനിക്ക് വേറുള്ളൊരു അഭിപ്രായം ഒന്നും അറിയേണ്ട ആവശ്യമില്ല. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇവൾ അങ്ങോട്ട് കയറി അറ്റാക്ക് ചെയ്യണ മാതിരി എനിക്ക് തോന്നി. ആ ചേട്ടൻ്റെ കയ്യിലൊരു ബാഗ് ഉണ്ട്. പിന്നെ അയാൾ ഇങ്ങനെ പിടിക്കുമ്പോൾ ഓൾറെഡി ഇതാവും. ഞങ്ങളൊക്കെ ബസ്സിൽ പോകുന്ന ആൾക്കാർ തന്നെ, തിരക്കും തിക്കും. ജസ്റ്റ് 13 ഉറുപ്പിയുടെ വഴിയുള്ളൂ ഇവിടെ. നല്ല തിരക്കും, പെണ്ണുങ്ങളും ആണുങ്ങളും ഒക്കെ ഉള്ള ഒരു ബസ്സിൽ പോകണം. നല്ല തിരക്കുണ്ട്. അത് തിരക്കിൽ ഉന്തണതും പോയി അങ്ങോട്ട് കയറി ഉന്തണതും രണ്ടും എനിക്ക് തോന്നുമ്പോൾ അങ്ങോട്ട് കയറി അറ്റാക്ക് ചെയ്താണെന്ന്. സത്യം പറഞ്ഞാൽ ഈ പെൺകുട്ടി അങ്ങോട്ട് കയറി അറ്റാക്ക് ചെയ്താണെന്ന് ആ വീഡിയോ കാണുന്ന എല്ലാവർക്കും മനസ്സിലാവും. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് തെറ്റ് പറ്റിയിട്ടില്ലെങ്കിൽ നമ്മൾ എന്തിനാണ് വീഡിയോ ഡിലീറ്റ് ചെയ്യേണ്ട ആവശ്യം? ഇട്ട വീഡിയോ എന്തിനാണ് നമുക്ക് ഡിലീറ്റ് ചെയ്യേണ്ട ആവശ്യം? ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം, നോക്കിയേ. നോക്കിയേ, എന്തൊരു സന്തോഷ രീതിയിലാണ് ആ വീഡിയോ എടുത്തിരിക്കുന്നത്. എത്ര സന്തോഷത്തിൽ രീതിയിലാണ് ആ വീഡിയോ എടുത്തിരിക്കുന്നത്. അടുത്ത അവൾക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുത്തി വന്നതാ. നന്നായി, ഇതുവരെ പീഡിപ്പിക്കപ്പെട്ടവരാണല്ലോ ആത്മഹത്യ ചെയ്തുകൊണ്ടിരുന്നത്. ഇനി പീഡിപ്പിക്കുന്നവർ ആത്മഹത്യ ചെയ്യട്ടെ എന്ന്. ആരെങ്കിലും ആത്മഹത്യ ചെയ്യുമെന്നൊക്കെ കരുതിക്കൊണ്ട് നിങ്ങളുടെ ബസ്സിൽ വെച്ചൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള എന്തെങ്കിലും പീഡനമൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അത് മൊബൈലിൽ പകർത്തുന്നത് നിർത്തരുത് എന്ന്. എന്റെ പൊന്ന് ചേച്ചി, ഈ ചേച്ചി തന്നെ പല ഇന്റർവ്യൂകളിലും വന്ന് പറഞ്ഞിരിക്കുന്നത് പോലെ ചേച്ചി ഒരു പിഴച്ച തലയ്ക്ക് ഉണ്ടായതിന്റെ ഒരു പ്രശ്നമായിരിക്കും ഈ ആണുങ്ങളെ ഏറ്റവും കാണുമ്പോഴത്തേനുള്ള ഈ ഒരു ബുദ്ധി. ഇവിടെ ഞാനടക്കമുള്ള ആണുങ്ങൾ ഇന്ന് ചെയ്ത വീഡിയോയിൽ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യം, നിങ്ങൾക്ക് ചൂഷണങ്ങൾ നേരിടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രതികരിക്കണം, നിങ്ങൾ വീഡിയോ എടുക്കണം, നിങ്ങൾ ചോദ്യം ചെയ്യണം, നിങ്ങൾ തല്ലണം, നാട്ടുകാരുടെ മുന്നിലേക്ക് ഇട്ടുകൊടുക്കണം. അവര് കൂട്ടം ചേർന്ന് വേണമെങ്കിൽ തല്ലിക്കൊണ്ടിരിക്കും. നിങ്ങൾ കേസ് കൊടുക്കണം, നിയമപരമായിട്ട് പോകണം, കൊടുക്കാൻ പറ്റുന്ന ശിക്ഷകളെല്ലാം തന്നെ കൊടുക്കണം. അല്ലാതെ മൊബൈലിൽ പിടിച്ചിട്ട് കൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഉണ്ടാക്കിയാൽ മാത്രം പോരാ. അതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചില ചെളുക്ക് പെണ്ണുങ്ങളുണ്ടല്ലോ ഈ സോഷ്യൽ മീഡിയയിൽ റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി മാത്രം വീഡിയോ ഉണ്ടാക്കുന്നത്. ആ വീഡിയോ ഉണ്ടാക്കുമ്പോ ഈ പറയുന്ന ചൂഷണങ്ങൾ നടക്കുന്നതിന്റെ അല്ലെങ്കിൽ നടന്നതിന് ശേഷം അവരുടെ പ്രതികരിക്കുന്നതിന്റെ വീഡിയോ ആയിരിക്കും വേണ്ടത്. അല്ലാതെ ഒരു പാവം പിടിച്ചതിന്റെ ജീവൻ വെച്ച് കളിച്ചിട്ട് അതിനെ ന്യായീകരിക്കാൻ നാണമുണ്ടോ നിനക്ക്? ഇതിനു മുമ്പ് നിന്നെ പറ്റി ഒരു വീഡിയോ ചെയ്തപ്പോഴത്തേന് നീ ഒരു പോസിറ്റീവായിട്ട് വന്നല്ലോ, എനിക്കെതിരെ കേസ് കൊടുക്കുന്നു. ഇതിനും നീ കൊണ്ടുപോയി കേസ് കൊടുക്കും. അല്ല എവിടെ ആരെന്ന് ഇന്ന് സോഷ്യൽ മീഡിയയിലെ ഏറ്റവും കൂടുതൽ റീച്ച് കിട്ടാനുള്ള മാർഗമെന്ന് പറയുന്നത് നെഗറ്റീവ് പബ്ലിസിറ്റിയാണ്. ഈ നെഗറ്റീവ് പബ്ലിസിറ്റിയിലൂടെ വൈറലായിട്ടുള്ള കുറെ ആളുകളുടെ മുഖം നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തും. അതിൽ നമ്മുടെ അലിൻ ജോസ് പെരേരയും ആറാട്ടണ്ണനും മറ്റേ തുണിയില്ലാതെ ആടുന്ന പല ആളുകളും ഉണ്ടാവും. പക്ഷെ ഇവരാരും തന്നെയല്ല ഇതിന് തുടക്കമിട്ടയാണ്. ഒറ്റ ഒരു പേര് മാത്രം, സന്തോഷ് പണ്ഡിറ്റ്. എനിക്ക് തോന്നുന്നു 2010 കാലഘട്ടത്തിലാണ് കൃഷ്ണനും അല്ലേ ഒരു ചേട്ടൻ ബസ് വെച്ച് കയറി പിടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പെണ്ണൊരു വീഡിയോ ഇട്ടു. ആ വീഡിയോ ഇട്ടിട്ട് ഒരു റീച്ചും കിട്ടിയില്ല. പക്ഷേ ഇന്ന് ആ വീഡിയോയിൽ പെണ്ണുള്ള ചേട്ടൻ മരണപ്പെട്ടതിന് ശേഷം ഇന്ന് രാവിലെ ആ പെണ്ണിന്റെ ചാനലിൽ കയറി നോക്കുമ്പോഴത്തേന് 9K ആണ് ഫോളോവേഴ്സ് ആയിട്ടുണ്ടായിരുന്നത്. ഇപ്പോ നിങ്ങളൊന്ന് കയറി നോക്കിയാൽ കാണാം 11.something K വരെ ഫോളോവേഴ്സ് കൂടിയിരിക്കുകയാണ്. ശരിക്കും എന്താണ് നമ്മുടെ നാട്ടിലെ ആളുകളുടെ പ്രശ്നം? ഇത്രയ്ക്ക് തരം താങ്ങു പോകരുത്. നമ്മുടെ കേരളത്തിലെ വളർന്നു വരുന്ന പെൺകുട്ടികളോടാണ് പറയുന്നത്. പിന്നെ ഇതൊരു വ്യൂസിന് വേണ്ടിയിട്ടുള്ള വീഡിയോ അല്ല കേട്ടോ, ഒരു ഗുരുതരമായിട്ടുള്ള മാനസിക സാമൂഹിക പ്രശ്നത്തിന്റെ വിശദീകരണമാണ്. ഇന്നലെ ഞാനൊരു പബ്ലിക് ബസ്സിൽ നിന്നുള്ള ഒരു വീഡിയോ ഷെയർ ചെയ്ത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാള് മനഃപൂർവ്വം എന്റെ ശരീരത്തിൽ സ്പർശിക്കുന്ന ഒരു വീഡിയോ. അതൊരു ആക്സിഡന്റ് അല്ല, ഒരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് അല്ല. ഇത് മേജർ സൈക്കോളജി. ഞങ്ങൾക്ക് കറക്റ്റായിട്ടുണ്ട് പൊന്നാര മോളെ മനസ്സിലാവണം, നീ അങ്ങോട്ട് പോയിട്ട് ചെയ്തതാണെന്ന്. പറയണില്ല. സെക്ഷൽ ബൗണ്ടറി വയലേഷനുമാണ്. അതായത് കൺസെന്റ് ഇല്ലാതെ ഒരു മനുഷ്യന്റെ ശരീരത്തിൽ തൊടാന് ആർക്കാ അവകാശമുള്ളത്? ശരിക്കും ഇത് കാണിക്കുന്നത് എന്താണെന്നറിയോ? അയാൾക്ക് അയാളുടെ ഇമ്പൾസ് കൺട്രോൾ ചെയ്യാനുള്ള ശേഷിയില്ല, മറ്റുള്ള മനുഷ്യന്മാരോടുള്ള. എനിക്ക് സത്യം പറഞ്ഞ ഇത് തോന്നുന്നത് മോൾക്ക് കൺട്രോൾ ചെയ്യാനുള്ള ഇതില്ല. അതുകൊണ്ടാണ് പിടിച്ച ചെറുപ്പക്കാരൻ നെഞ്ഞത്തേക്ക് ചെല്ലണം. മോൾക്ക് കൺട്രോൾ ചെയ്യാനുള്ള അതില്ലാത്തത് കൊണ്ട് മോള് പറയണമെന്നില്ല. അത് മോൾക്ക് കൺട്രോൾ ചെയ്യാനുള്ള ഇത് ഇല്ല.
അതുകൊണ്ട് വേറുള്ള ആണുങ്ങളെ എൻ്റെ അടുത്തേക്ക് ചെല്ലുക, അതാണ്. എമ്പതി ഇല്ല, ഇതിനൊക്കെ അപ്പുറത്ത് ആരും എന്നെ ഒന്നും ചെയ്യില്ല എന്നുള്ളൊരു മറ്റേടത്തെ വിചാരല്ലേ. അതാണ് ഇപ്പോൾ മോളത് വിഷയം. ആരും എന്നെ ഒന്നും ചെയ്യില്ല എന്നുള്ള ഒരു മറ്റേടത്തെ നീ പറയുന്നുണ്ടല്ലോ, ആ വിചാരം. അതുകൊണ്ടാണ് ഈ വീഡിയോ കണ്ടപ്പോ ഈ പുലയാടി മോളോട് എനിക്കും പറയാനുള്ളത് കറക്റ്റ് നിന്നെയൊക്കെ ആരും ഒന്നും ചെയ്യില്ല, നിയമത്തിൽ നിന്നെയൊക്കെ ഒന്നും ചെയ്യാനുള്ള വകുപ്പില്ല എന്നുള്ള ആ മറ്റേടത്തെ ചിന്തയുണ്ടല്ലോ, അതാണ് നിന്നെ കൊണ്ട് കഴിഞ്ഞ ദിവസത്തെ ആ വീഡിയോ ചെയ്യിപ്പിച്ചത്. നിന്റെ ഭാഗത്ത് തെറ്റില്ല എന്നുണ്ടെങ്കിൽ, നീ പറഞ്ഞതുപോലെ അതൊരു പ്രതിഷേധമാണ് എന്നുണ്ടെങ്കിൽ, എന്തിനാടി കോപ്പെ നീ ആ വീഡിയോ ഡിലീറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു വിശദീകരണ വീഡിയോയുമായിട്ട് വന്നിരിക്കുന്നത്? നീ ഇതിനകത്ത് പറയുന്നത് പോലെ അയാൾക്ക് ഒരു മനുഷ്യനോടും ഒരു എമ്പതിയോ സിമ്പതിയോ ഇല്ലെന്ന് പറഞ്ഞില്ലേ? നിനക്ക് എന്ത് കോപ്പാടിയോ ഉള്ളത്? നിന്റെ ഈ കോപ്പിലെ വീഡിയോ കാരണം ആ പാവം പിടിച്ച മനുഷ്യൻ ആത്മഹത്യ ചെയ്തു. നിനക്ക്